ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ ക്രിസ്തുമസിൻ്റെ ആ ഒരു ടൈമല്ലേ, എല്ലാവരും കേക്ക് ഉണ്ടാക്കണ തിരക്കിലാണ്. അപ്പോൾ ഞാനും ഒരു കേക്ക് ഉണ്ടാക്കി. എൻ്റെ കേക്ക് ഒരു വെറൈറ്റി കേക്കാണ്. ബാക്കി വന്ന ചോറ്, കുറച്ച് തേങ്ങ ഒക്കെ വെച്ചിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നിട്ട് ഇങ്ങനെയൊക്കെയോ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കണൊന്ന് ഓളെന്ന ഓപ്ഷനിലാക്കി വെക്കാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം. ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് എൻ്റെ മെഷർമെൻറ്റ് കപ്പ് ഇതാണ്. ഇതിലാണ് ഞാൻ എല്ലാ സംഭവങ്ങളും അളന്നെടുത്തിട്ടുള്ളത്. ഇതിനൊരു കപ്പ് ചോറ്, പിന്നെ എടുത്തിട്ടുള്ളത് അതിനൊരു കപ്പ് തേങ്ങ, ചിരവിയ തേങ്ങയാണ്. പിന്നെ അതേ കപ്പിൻ്റെ അളവിൽ തന്നെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഏത് ഓയിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അധികം നന്നാവുക സൺഫ്ലവർ ഓയിലായിരിക്കും. പിന്നെ എടുത്തിരിക്കുന്നത് അതേ കപ്പ് അളവിൽ പാലാണ്. പാല് 2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർത്തത് അതേ കപ്പ് അളവിൽ പഞ്ചസാരയാണ് ചേർത്തത്. പഞ്ചസാര ഒരു 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഒരു കപ്പ് എടുത്തു, പിന്നെ 1 കപ്പും കൂടി എടുത്തു. പിന്നെ അതിലേക്ക് ചേർക്കാൻ പോണത് 3 മുട്ടയാണ്. അതും കൂടിയും ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്ത് അവിടെ വെക്കുക. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് 1 കപ്പ് മൈദയാണ്. 250 അളവിലുള്ള കപ്പാണ്. 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ചേർക്കാൻ പോണത് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്, 1/4 ടീസ്പൂൺ ഉപ്പ്. പിന്നെ അതിൽ ചേർത്തത് അതേ അളവിന് സോഡാപ്പൊടി. പിന്നെ ചേർത്തത് 1 സ്പൂണ് ബേക്കിംഗ് സോഡ. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 3 പ്രാവശ്യമൊക്കെ തരിച്ചെടുക്കുക. ഞാൻ 2 പ്രാവശ്യം തരിച്ചെടുത്തിട്ടുള്ളൂ. വേണമെങ്കിൽ 3 പ്രാവശ്യമൊക്കെ തരിച്ചെടുക്കാം. അതിന് എന്തെങ്കിലും കട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോരാനും പിന്നെ നന്നായിട്ടൊക്കെ ഒന്ന് മിക്സ് ആവാനൊക്കെ വേണ്ടിയിട്ടാണ് 2-3 പ്രാവശ്യമൊക്കെ തരിച്ചെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ച് വെച്ച ആ സംഭവം ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച മൈദപ്പൊടി ഇതിൽ പകുതി ഇട്ടുങ്ങാണ്ട് ആദ്യം പകുതി ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒരു ഭാഗത്തേക്ക് തന്നെ ഇളക്കിയെടുക്കുക. പലമാതിരി ഇളക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരിത് കിട്ടൂല. അപ്പോൾ ഒരു ഭാഗത്തേക്ക് തന്നെ ഇളക്കിയെടുക്കുക. ആദ്യം പകുതി ഇട്ട് കൊടുക്കുക, എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെയും പകുതി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കട്ടല്ലാതെ ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ട് ഞാനതിൽ വാനില എസൻസ് ചേർക്കാനും മറന്നു. അപ്പോൾ അത് ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ മിക്സിയിൽ ഒക്കെ സെറ്റാക്കിയില്ല, അപ്പോൾ ചേർക്കേണ്ടിയിരുന്നു. അപ്പോൾ ഞാനിപ്പോഴാണ് വാനില എസൻസ് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തു. അപ്പോൾ നമ്മളെ കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഭാഗത്തേക്ക് തന്നെ ഇളക്കുക. പലമാതിരി ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇത് പോവും. പിന്നെ കേക്ക് റെഡിയാക്കാനുള്ള ടിന്ന് ഇവിടെ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് പേപ്പറൊക്കെ വെച്ചിട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 2-3-4 പ്രാവശ്യം ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വല്ല എയറൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. മുകളിലേക്ക് എയർ വന്നിക്കണമെങ്കിൽ ബബിൾസ് പോവാൻ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഞാൻ അതിൻ്റെ മുകൾക്ക് ലേശം വെളുത്ത വെള്ളം ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ വിട്ടുപോയി. ഇവിടെ ഒരു ചെമ്പട്ടിയിലാണ് ഞാനത് ഉണ്ടാക്കാൻ പോണത്. ചെമ്പട്ടി നല്ലോണം ഹീറ്റായിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതിലേക്ക് ഇറക്കി വെച്ചത് അങ്ങനെ അടച്ച് വെച്ച് കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു 45 മിനിറ്റൊക്കെ അങ്ങനെ വെച്ചു. 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് തുറന്ന് നോക്കി. അപ്പോൾ ഉള്ളിൽ കുറച്ച് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കിയപ്പോൾ കുറച്ച് വേവ് കുറവുള്ള മാതിരി തോന്നി. അപ്പോൾ വീണ്ടും ഞാനത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ആയിട്ടില്ല, ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കി. അപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഫോർക്ക് വെച്ച് കുത്തിയപ്പോൾ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാകം ഇങ്ങനെയാണ്, ഒരു 55 മിനിറ്റൊക്കെ ഏകദേശം അങ്ങനെ കുറഞ്ഞ ഫ്ലെയിമിലിട്ടു. റെഡി ആയിട്ടുണ്ട്. ഇനിയിത് നമുക്ക് പുറത്തേക്ക് എടുത്ത് വെക്കാം. ഞാൻ തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇനിയിത് ചൂടാറുന്നവരെ മുകൾ ഭാഗം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നനഞ്ഞ കോട്ടൻ്റെ കനം കുറഞ്ഞ തുണി മുകളിൽ ഇട്ട് കൊടുക്കുക. ചൂടാറി വരുമ്പോഴേക്കും മേലെ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് നല്ല ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് വേറൊരു പാത്രത്തേക്ക് മാറ്റിയപ്പോൾ നന്നായിട്ട് അടിയൊന്നും പിടിച്ചിട്ടില്ല. അതിൻ്റെ ആ ഒരു പാകം പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈസി റൈസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. കുറഞ്ഞ സമയം കൊണ്ട് വേഗം നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കേക്കാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, കമൻറ്റ് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവരോടും ബൈ.